കോട്ടയം ജില്ലയെയും പത്തനംതിട്ട ജില്ലയെയും തമ്മിൽ വേർതിരിക്കുന്ന കണമല പാലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ കണമല പ്രദേശത്ത് വനം ഇതിനോട് ചേർന്നുണ്ടെങ്കിൽ പോലും പതിനായിരക്കണക്കിന് മനുഷ്യർ അനേക വർഷങ്ങൾക്ക് മുമ്പ്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി വിവിധങ്ങളായിട്ടുള്ള കൃഷികളൊക്കെ ചെയ്ത് ജീവിതം നയിച്ചു വരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ തീർത്തും അസാധ്യമായ വിധത്തിൽ ഈ വനത്തിലുള്ള കാട്ടുമൃഗങ്ങളൊക്കെ പെരുകി അത് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇക്കാലം അത്രയും ഈ കൃഷികൾ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതിദാരുണമായ വിധത്തിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2 മനുഷ്യജീവനുകളാണ് കാട്ടുപോത്തിൻ്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ദാരുണമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ നാട്ടിൽ ബഹുജനങ്ങളുടെ വലിയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത് ആവശ്യമാണ്. കാട്ടുപോത്തിൻ്റെ അക്രമത്തിൽ വളരെ മൃഗീയമായി കൊല്ലപ്പെട്ട പ്ലാവനാക്കുഴിയിൽ തോമസിൻ്റെ സഹോദരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ചേട്ടാ, വളരെ ദാരുണമായ, വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മരിച്ചയാളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ അങ്ങയുടെ ദുഃഖം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് ഈ ദാരുണമായ ഈ സംഭവത്തിൽ ഈ കുടുംബത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? കുടുംബത്തിൻ്റെ അവസ്ഥ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയാണ്. കാരണം മരിച്ച തോമസിന് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. 2 പേരും വിവാഹിതരാണ്. എന്നാൽ ഒരു ചെറിയ കർഷകനാണ് തോമസ്. നാമമാത്രമായിട്ടുള്ള ഒരു 1/2 ഏക്കർ മിച്ചമുള്ള ഭൂമി മാത്രമേ ഉള്ളൂ. അതിലുള്ള റബ്ബർ വെട്ടി ഉപജീവനം കഴിക്കുകയും അതിൽ ഉള്ളിൽ തന്നെയുള്ള അല്പസ്വല്പ കൃഷിപ്പണികൾ ചെയ്ത് തൻ്റെ നിത്യവൃത്തി കഴിക്കുന്ന ഒരാളാണ് തോമസ്. ഇവിടെ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ജീവിക്കുവാൻ വയ്യാത്ത, ആ റബ്ബർ വെട്ടിയുള്ള ആദായം കൊണ്ട് ജീവിക്കുവാൻ വയ്യാത്ത സാഹചര്യങ്ങളാണെങ്കിലും വളരെ ഞെരുക്കത്തിലും കഷ്ടത്തിലും ജീവിച്ചു പോകുന്ന ആ കുടുംബത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ ഏറ്റവും ദയനീയവും പരാജയപ്പെട്ടതുമാണ്. കാരണം അവനായിരുന്ന ആശ്രയമുള്ളത് ഒരു ആൺപൈതൽ ആ വീട്ടിലില്ല. ഈ 2 പെൺകുഞ്ഞുങ്ങളും ഭാര്യയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു നല്ല ഭവനമോ അല്ലെങ്കിൽ കയറി ആ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള വഴിയോ സാഹചര്യങ്ങളോ, ഞങ്ങൾ കടന്നു വരുന്ന ഈ വഴിയെക്കുറിച്ച് ഇന്ന് അധികാരത്തിലിരിക്കുന്നതോ അല്ലെ ഭരിക്കുന്നതായിട്ടുള്ള അധികാരികളൊക്കെ എന്തെങ്കിലും ഒരു പരിഗണനയോ ഇല്ല എന്നുള്ളതും വളരെ ദുഃഖത്തോടെ അറിയിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ ഈ വന്യമൃഗശല്യവും കൂടെ വന്നിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. കുത്തിക്കൊടൽമാല പുറത്തും കിടന്ന് 8 ഒടിവ് കാലിനുമുള്ള ഒരു സഹോദരനെ കണ്ട് അവനെ തുണിയിൽ കോരിക്കൊണ്ട് പോയി ആ കവല വരെ ചുമന്നുകൊണ്ട് പോകുന്ന രംഗം CCTVയിലും വാട്സപ്പിലുമായിട്ട് ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ടും ആർക്കും ആ കാര്യത്തെക്കുറിച്ച് ഒരു ദുഃഖമോ ഒന്നുമില്ല. വന്ന എന്തെങ്കിലുമൊക്കെ താൽക്കാലികമായിട്ട് ആശ്വാസവാക്കുകൾ കറിഞ്ഞ് പോകുന്നേ ഉള്ളൂ. ഇതിന് നിത്യമായ പരിഹാരം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങൾക്കിവിടെ ജീവിക്കുവാൻ യാതൊരു മാർഗ്ഗവുമില്ല. കാരണം ഭയത്തോടെ മാത്രമേ പുറത്തോട്ടിറങ്ങാനൊക്കെ ഉള്ളൂ. കുഞ്ഞുങ്ങളെ പുറത്തിറക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ അത്യാവശ്യ സാധനങ്ങൾ മേടിക്കുവാനും കടയിൽ പോകാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ സ്ഥിതി ഏറ്റവും ദുഃഖകരവും ഭയാനകവുമാണ്. അധികാര സ്ഥാനത്ത് നിന്നും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ഇതിന് തക്കതായ പരിഹാരം ഉണ്ടാകണം. എന്താണ് പരിഹാരമെന്ന് നിർദ്ദേശിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഏതു നിലയിലും വന്യമൃഗശല്യത്തിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണം. ഞങ്ങളിവിടെ ഏതാണ്ട് 50-ലധികം വർഷമായിട്ട് താമസിക്കുന്ന കർഷകരാണ്. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമുള്ളത്. തോമാച്ചൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. വളരെ കഷ്ടപ്പെട്ടു അധ്വാനിച്ചും ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് അനാഥത്വത്തിലേക്ക് കടന്നുപോയി. അതുപോലെ തന്നെയാണ് തൊട്ടയലോക്കത്തുണ്ടായിരിക്കുന്ന ചാക്കോ തോമസ് എന്ന് പറഞ്ഞ ആളിൻ്റെ ഭവനത്തിൻ്റെ സ്ഥിതി. അവിടെ 3 പെൺകുഞ്ഞുങ്ങളാണ് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിക്ക് നാമമാത്രമായിട്ട് കണ്ടൊരു 30-30 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. കൂലിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പിംഗ് ജോലി ചെയ്താണ് ആ മനുഷ്യൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ ജോലിയോ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബങ്ങളും പോകുന്നത്. ഇതിന് പരിഹാരം അത് മെയിൻ റോഡ് സൈഡിൽ ശബരിമല എരുമേലി റോഡ്, ഹൈവേ റോഡിൻ്റെ സൈഡിലാണ് ആ സംഭവം നടന്നത്. കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ വെട്ടിക്കൊന്നത്. അപ്പം ഏറ്റവും ധാരണപരമായ കൊലപാതകം എന്നുള്ളത് യാതൊരു സംശയമില്ല. ലോകമനുഷ്യർക്ക് മുഴുവൻ അറിയാൻ ഞെട്ടിക്കുന്നതും ഏറ്റവും ദയനീയമായ ഒരു രംഗമാണ്. ഇതിന് പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് എൻ്റെ സഹോദരൻ്റെ പേരിലും മരിച്ച മറ്റേ സഹോദരൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും അധികാരപ്പെട്ടവരോട് പറയുവാനുള്ളത്. കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ മാത്യു പാലക്കുടി നമ്മോടൊപ്പം ചേരുന്നു. കത്തോലിക്ക കോൺഗ്രസ് വന്യജീവി ആക്രമണത്തിനെതിരെ വളരെ ശക്തമായ നിലപാടുകൾ വളരെ കാലങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെതിരെ ഞങ്ങൾ ഒത്തിരിയേറെ പോരാട്ടങ്ങൾ നടത്തി. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ കാസർഗോഡ് മുതൽ നമ്മൾ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഇടങ്ങളിലും ഉപരോധം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത, ഞങ്ങൾ മുണ്ടക്കയത്ത്, ഒപ്പം തന്നെ കോട്ടയത്തുമൊക്കെ ഈ വന്യജീവി ആക്രമണത്തിനെതിരെ കർഷകരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയതാണ്. പക്ഷേ പോരാട്ടങ്ങൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴും
വളരെ നിസ്സാരമായ ചില ഉറപ്പുകൾ തന്നതിന് ശേഷം അധികാരികൾ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ ഒരു പ്രദേശത്ത് എനിക്ക് വളരെ പരിചയമുണ്ട്. ഞാനിതിൻ്റെ തൊട്ട് അടുത്ത പള്ളിയിലെ വികാരിയായിരുന്നു. ഈ നാട്ടിലെ ആളുകൾ വളരെ ഭയാശങ്കയിലാണ് കഴിഞ്ഞുകൂടുന്നത്. നാളുകളായിട്ട് പുലിയുടെ ആക്രമണം തൊട്ടടുത്ത സ്ഥലത്ത് ഏഞ്ചൽവാലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. കാട്ടാനയുടെ ആക്രമണം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് ചെന്നായ ഇറങ്ങി ഒത്തിരി ആടുകളെ കൊന്നു തിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടുപന്നി ഒരു കൃഷിയും നടത്താൻ സാധിക്കാത്ത വിധത്തിൽ എല്ലാ പുരയിടങ്ങളിൽ കൂടിയും ആക്രമിച്ച് കടന്നതുകൊണ്ട് കർഷകർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യമാണ്. എപ്പോഴും പല കാര്യത്തിൽ അതുപോലെ തന്നെ വളരെ ആളുകളെ ദ്രോഹിക്കുന്ന ഒന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ അവർ നിയമം അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള കടന്നുവരവ്. ഇതിൻ്റെ പേരിൽ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, അതുപോലെ തന്നെ ഒരു തരത്തിലും ജീവിക്കാനാവാത്ത വിധം ആളുകളെ അത്ര കഷ്ടപ്പെടുത്തുന്ന രീതി, പ്രകോപനപരമായ രീതിയാണ് ഇവിടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് കർഷകരെ ജീവിക്കാൻ ഒരു തരത്തിലും അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തുള്ളവർ. എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുബി സണ്ണിയും ഒപ്പം വിവിധ പഞ്ചായത്ത് മെമ്പർമാരും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എല്ലാവരും ഈ സംഭവത്തിൽ അതീവ ദുഃഖിതരാണ്. വലിയ പ്രതിഷേധം അവർക്കുണ്ട്. ഈ വീട്ടുകാരുടെ ദുഃഖത്തിൽ, നാട്ടുകാരുടെ ദുഃഖത്തിൽ എല്ലാവരും ഒപ്പം പങ്കുചേരുന്നു. ശ്രീമതി സുബി സണ്ണി, നാട്ടുകാർ മുഴുവൻ വലിയ പ്രതിഷേധത്തിലാണ്, വലിയ വേദനയിലാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഒരു ക്രിയാത്മകമായ ഒരു നീക്കം ഇനി ചെയ്യാനുള്ളത്? പഞ്ചായത്തിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇന്നലെ കളക്ടർ വന്ന ഉത്തരവ് തന്നു. അതായത് ഈ കാട്ടുപോത്തിനെ ഷൂട്ട് ചെയ്യാനുള്ള, അതായത് റവന്യൂ സ്ഥലത്തുള്ള കാട്ടുപോത്തിനെ ഷൂട്ട് ചെയ്യാൻ 22-ാം തീയതി വരെ ഈ ഉത്തരവുണ്ട്. അതിനുശേഷമാണ് ഈ ഉത്തരവ് നീട്ടിക്കൊടുക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ അറിയുന്നു ഇത് വനം വകുപ്പ് മയക്കുവെടി വെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇപ്പം ഇവിടെ നമ്മൾ ഈ വീട്ടുകളിൽ കയറി ചെല്ലുമ്പോൾ ദയനീയമായ അവസ്ഥയാണ്. സാധു കുടുംബങ്ങൾ, നമുക്ക് കണ്ണീരിലാഴ്ത്തുന്ന കുടുംബങ്ങളാണ്. ഇപ്പം നാളെ ശവടക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ നെറ്റിയിലും മുഖത്തുമൊക്കെ പാടുകളുണ്ടെന്നാണ് ഇപ്പോൾ ആ വീട്ടിൽ കയറിയപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്ത് വന്നാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം വേണം. അത് ഏത് വകുപ്പിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്കതിന് അവകാശമുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് 2 പേര്, തോമസ് ചേട്ടനും ചാക്കോ ചേട്ടനും ദാരുണമായ ഈ അപകടത്തിൽ ആകസ്മികമായി മരണപ്പെട്ടു എന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം ഇതിൽ അധികാരികളുടെ ഭരണവർഗത്തിൻ്റെ നിസ്സംഗതയാണ് നമ്മളെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. കാട്ടുപോത്തിൻ്റെ ആക്രമണത്തെക്കാൾ ഉപരി അതിനേക്കാൾ വലുതാണ് ഇന്ന് അധികാരികൾ ഈ നാട്ടുകാരോട് മുഴുവൻ കാണിച്ചിരിക്കുന്ന ക്രൂരത. കാട്ടുപോത്തിനേക്കാൾ വലിയ ക്രൂരതയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ കളക്ടർ, ജില്ലാ ഭരണകൂടത്തിൻ്റെ അധിപയായ കളക്ടർ ഒരു ഓർഡർ ഇട്ടിട്ട് ആ ഓർഡറിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് ഫോറസ്റ്റ് അധികാരികൾ അതിനെ തടഞ്ഞു വയ്ക്കുകയും അതിനെ ഒരു വിലയില്ലാത്തതാക്കി മാറ്റിക്കൊണ്ട് മയക്കുവെടി വയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് ഈ ജനങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മൃഗത്തെ മാത്രം രക്ഷിക്കുന്ന ഒരു സംവിധാനത്തിനെതിരെയാണ് ഇവിടുത്തെ ഓരോ അധികാരി വർഗത്തിനെതിരെയും ഈ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രോഷം ഉയരേണ്ടത്. നിയമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയുള്ളതല്ല. എരുമേലി പഞ്ചായത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന വെച്ചുച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് TK ജെയിംസ് നമ്മളോടൊപ്പം ചേരുന്നു. കണിശമായും വെച്ചുച്ചിറയും എല്ലാ എരുമേലിയൊക്കെ വനാതിർത്തികൾ പങ്കിടുന്ന ഗ്രാമപഞ്ചായത്തുകളാണ്. വന്യമൃഗങ്ങളുടെ ശല്യം 50 കൊല്ലങ്ങൾക്ക് ശേഷം കൂടുതലായി കൂടിയിരിക്കുകയാണ്. വനങ്ങളുടെ എണ്ണം നമ്മുടെ വനവിസ്തൃതിക്ക് അനുസരണത്തിൽ കൂടുതലായി എണ്ണം കൂടിയിട്ടുണ്ട്. മൃഗങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാര മാർഗം. വനത്തിൻ്റെ അന്തരീക്ഷം മൃഗങ്ങൾക്ക് പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് പടല്, മറ്റ് ചെടികളൊക്കെ കയറി മൃഗങ്ങൾക്ക് അധിവസിക്കുന്നതിന് തക്കവണ്ണമുള്ള സാഹചര്യവും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കണിശമായും വനമാണ് സംരക്ഷിക്കപ്പെട്ട് മൃഗങ്ങളെ വനത്തിനുള്ളിൽ മാത്രമാക്കി വനത്തിൻ്റെ അതിർത്തി അല്ലെങ്കിൽ വിസ്തൃതിക്കനുസരണമായുള്ള എണ്ണം കൊണ്ട് മൃഗങ്ങളുടെ എണ്ണത്തെ ചുരുക്കി ഇത് സംരക്ഷിക്കാൻ മാത്രമേ അതിന് മാർഗമുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ വേലി കെട്ടുകയോ മറ്റു കാര്യങ്ങളൊന്നും കെട്ടി ഇതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പഴയ രീതിയിൽ 50 കൊല്ലം മുമ്പ് എങ്ങനെയാണോ ഈ മൃഗങ്ങൾ വനങ്ങൾ താത്ത് തന്നെ വസിച്ചിരുന്നത്, ആ സാഹചര്യത്തിലേക്കും മാറ്റണം. എരുമേലി പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും
ഈ നാട്ടുകാരനുമായ ശ്രീ ജോസ് മടക്കക്കുഴി ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. ഇതൊരു അപകടമല്ല, ഇത് വാസ്തവത്തിൽ ഒരു കൊലപാതകമാണ്. ഇത് വനം വകുപ്പ് വരുത്തി വെച്ച ഒരു വിനയാണ്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു വനത്തിൽ കയറി ഒരാളെ കാട്ടുപോത്ത് വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സഹിക്കാം. നേരെ മറിച്ച് അതല്ല, മനുഷ്യവാസമുള്ള ഒരു സ്ഥലത്തേക്ക് കാട്ടുപോത്ത് വന്ന് അവിടെ വീട്ടിൽ തനിയെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരാളിനെയും അതുപോലെ റബ്ബർ വെട്ടുകാരനെയും ഒക്കെ ദാരുണമായി വെട്ടി എന്ന് പറയുമ്പോൾ അത് വനംവകുപ്പിൻ്റെ അനാസ്ഥതയാണ്. ഇതിനു മുമ്പ് കാട്ടുപോത്ത് ഇവിടെ വെട്ടിയില്ലെങ്കിലും ആന ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ കുരങ്ങിറങ്ങുന്നുണ്ട്. മൃഗശല്യങ്ങൾ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനജീവിതം അസഹ്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും ഇതൊരു വലിയ കൊലപാതകമെന്ന് തന്നെ പറയാം. ഇത് കാട്ടുപോത്ത് വെട്ടിയെങ്കിൽ പോലും ഒരു മനുഷ്യനെ രണ്ട് മനുഷ്യരെ കൊലയ്ക്ക് ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇന്ന് ഭീതിയിലാണ്. എപ്പോഴാണ് കാട്ടുവരുത്ത് വരുന്നത്, എപ്പോഴാണ് ആന വരുന്നത് എന്നുള്ളൊരു വലിയ ഭയത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. തീർച്ചയായും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം ഇവിടുത്തെ ജനങ്ങൾ വിചാരിച്ചാൽ മാത്രം നടക്കില്ല. അതിന് വലിയൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എരുമേലി പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. നമ്മുടെ എരുമേലി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ മേഖലയെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രിയപ്പെട്ട ചാക്കോച്ചൻ്റെയും തോമാച്ചൻ്റെയും മരണം. ഇന്നലെ കാട്ടുപോത്ത് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായത്. പല സന്ദർഭങ്ങളിലും കാട്ടാനകളും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളും കാട്ടുപന്നികളും ഒക്കെ ഈ പ്രദേശത്ത് ഇറങ്ങുന്നുണ്ടെങ്കിലും വലിയ ഭീകരമായ ഒരു അപകടം ഉണ്ടായിട്ടില്ല. കൃഷികൾ നശിപ്പിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇതുപോലെ 2 വ്യക്തികളുടെ മരണം, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ മികച്ച 2 കർഷകർ കൂടിയാണ് അവരുടെ മരണം ഈ പ്രദേശത്തെ ആകെ ദുഃഖത്തിലാതെഴുതിയിരിക്കുന്നത്. ജനങ്ങളാകെ ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അപകടകാരിയായ പോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിരുന്നു. പക്ഷേ അതിനകത്തുള്ളത് അപകടകാരി എന്ന് പറയുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എല്ലാ പോത്തുകളും അപകടകാരിയാണ്. മറിച്ച് ഇന്ന് CCFൻ്റെ ഉത്തരവ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ വിഹരിക്കുന്ന പോത്തുകളെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ചേക്കാൻ ഏതായാലും CCF പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ 3 വർഷം കൂടുമ്പോൾ അപകടകാരികളായ മൃഗങ്ങളുടെ സെൻസസ് എടുത്തതിന് ശേഷം ഒരു ലിമിറ്റഡ് നമ്പറിനെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെല്ലാം കൊന്നുകളയുന്ന ഒരു സ്ഥിതിവിശേഷം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആധികാരികത നമുക്കൊന്നുമില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ആനകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, കടുവകള, പുലി തുടങ്ങിയ മൃഗങ്ങളോടൊപ്പം തന്നെ കാട്ടുപോത്തുകൾ, ആയിരക്കണക്കിന് കാട്ടുപോത്തുകളാണ് ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. ഈ നാട്ടിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച്, ഒപ്പം ബഹുജനങ്ങളും ഒരുമിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: ഈ നാട്ടിലെ ഈ നിയമങ്ങൾ മനുഷ്യരെക്കാൾ അധികമായി മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, മനുഷ്യൻ്റെ ജീവന് തന്നെ ഹാനികരമാകത്തക്ക വിധത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഈ നിയമങ്ങൾക്കെതിരെ അതിനൊരു പൊളിച്ചെഴുത്ത് വേണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുവാനായി ജനങ്ങൾ ഒരുമിച്ച്, രാഷ്ട്രീയക്കാരെ ഒരുമിച്ച്, കക്ഷി വ്യത്യാസമില്ലാതെ ഒരുമിച്ച് മുന്നിട്ടിറങ്ങാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇനി കാണുവാനായിട്ട് സാധിക്കുക. കണമലയിൽ നിന്നും ഷെക്കേന ടെലിവിഷന് വേണ്ടി ബിനോയ് കാരക്കാട്ട്.